ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനഘോഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ പ്രവാചകൻ നൽകുന്ന പേര് ഇമ്മാനുവേൽ എന്നത്രേ. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് ഒപ്പം ജീവിക്കുന്ന, യാത്ര ചെയ്യുന്ന, നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന അനുഭവം, ആ അനുഭവത്തിലേക്ക് കടന്നു വരുന്നവർക്ക് മാത്രമേ വിജയങ്ങളുടെ ഉയരങ്ങളിൽ എത്താൻ സാധിക്കത്തുള്ളൂ. യോസഫിനോടൊപ്പം ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് പ്രതിസന്ധികൾ വന്നപ്പോൾ, പൊട്ടക്കിണർ വന്നപ്പോൾ, കാരാഗ്രഹം വന്നപ്പോൾ ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിച്ചത് കൊണ്ട് കൊട്ടാരത്തിലേക്ക് ദൈവം അവനെ കൈപിടിച്ചുയർത്തി. തീച്ചുള വന്നാലും, സിംഹക്കുഴി വന്നാലും, പൊട്ടക്കിണർ വന്നാലും, കാരാഗ്രഹം വന്നാലും, പത്മോസിന്റെ ഏകാന്തത ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ചെങ്കടലിനെ വിഭജിച്ച്, യോർദാനെ വറ്റിച്ച്, എരിഹോ മതിലുകളെ ഇടിച്ച് അതിശയകരമായി നമ്മെ നടത്താൻ സാധിക്കും എന്നതിന് യാതൊരു സംശയമില്ല. യേശുവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ ആഴത്തിൽ അറിഞ്ഞ ദൈവത്തിൻ്റെ ഭൃത്യനാണ് പാസ്റ്റർ ജോസ് ഹെൻറി. ഓസ്ട്രേലിയയിൽ സിറ്റി റൈവൽ ചർച്ചിൻ്റെ സീനിയർ ശുശ്രൂഷകനായ അദ്ദേഹം ഇന്ന് വിവിധ ടെലിവിഷൻ ചാനലുകളിൽ ലോകമെങ്ങും ആയിരം ജനങ്ങൾക്ക് സുവിശേഷത്തിൻ്റെ സന്ദേശം പങ്കിടുന്ന ശുശ്രൂഷയിലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം. അതിനായി പ്രിയ ജോസ് ഹെൻറി ക്ഷണിക്കുന്നു. എങ്ങനെയാണ് രക്ഷയിലേക്ക്, നിത്യനാശത്തിൽ നിന്ന് യേശു തമ്പുരാനെ കണ്ടുമുട്ടുവാനും നിത്യനരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും ഈ രക്ഷയുടെ ആ സന്തോഷകരമായ അനുഭവങ്ങളിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഒന്ന് വിവരിക്കാമോ? ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പഠിത്തമെല്ലാം തകർന്ന് ഒരു വല്ലാത്ത അനുഭവത്തിലായിരുന്ന സമയത്ത് കൊല്ലത്തൊരു ക്രൂസൈഡ് ഞാൻ അറ്റൻഡ് ചെയ്യാനിടയായി. ഡേവിഡ് ടെറൽ എന്ന് പറഞ്ഞ ഒരു കർത്തദാസൻ വിദേശ രാജ്യത്ത് നിന്ന് കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ ഒരു ക്രൂസൈഡ് അറ്റൻഡ് ചെയ്യാനിടയായി. ആ ക്രൂസൈഡിൽ പഠിച്ചുയരുക എന്ന് പറഞ്ഞ് PG വർഗീസ് അങ്കിളിൻ്റെ ഒരു പുസ്തകം വാങ്ങിക്കുവാനും എങ്ങനെയെങ്കിലും പഠിത്തം ശരിയാക്കാമെന്ന ചിന്തയിൽ അത് ഞാൻ വാങ്ങിച്ചു. അത് വായിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യ പേജുകളിൽ തന്നെ രക്ഷയെക്കുറിച്ച് എഴുതിയിരുന്നു. അങ്ങനെയാണ് ആ രക്ഷയുടെ പ്രാർത്ഥന ചൊല്ലുവാനും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനും അങ്ങനെ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി. ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അന്ന് ആ സമയത്ത്. പക്ഷേ പിന്നീട് ഞാൻ വീണ്ടും പഠിത്തം തുടരുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു സഹോദരൻ, അദ്ദേഹമാണ് എനിക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരികയും എന്നെ ഒരു ചർച്ചിലാക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ബൈബിളിനെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കർത്താവ് അങ്ങനെ സഹായിച്ചു. അങ്ങനെ അവിടെയാണ് ഈ വിശ്വാസത്തിലേക്കും ഈ കർത്താവുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ് ആരംഭിക്കുവാനിടയായത്. എങ്ങനെയാണ് താങ്കൾ സുവിശേഷ വയലിലേക്ക്? കാരണം രക്ഷിക്കപ്പെട്ട ആളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 51-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ, അപ്പോൾ ഞാൻ അതിർക്കമക്കാരോട് എൻ്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. രക്ഷിക്കപ്പെട്ട ആളുകളെ തിരിച്ചറിയുന്നത് രക്ഷിക്കപ്പെട്ട ആളുകൾ രക്ഷിക്കപ്പെടാത്ത ആളുകളോട് സുവിശേഷം പങ്കിടുമ്പോഴാണ്. കാരണം രക്ഷയുടെ സന്തോഷം, രക്ഷിക്കപ്പെട്ട ആളിന് രക്ഷയുടെ സന്തോഷമുണ്ട്. യേശുക്രിസ്തു അകത്ത് വന്നതിൻ്റെ വലിയ സന്തോഷവും ആഹ്ലാദവും ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ രക്ഷിക്കപ്പെടാത്ത ആളുകളെ സുവിശേഷം അറിയിക്കാൻ സന്നദ്ധരായി മുമ്പോട്ടിറങ്ങും. അതിനാണ് അവർ രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ്. താങ്കൾ എങ്ങനെയാണ് സുവിശേഷ വയലിലേക്ക് വന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാനായിരിക്കുന്ന സ്ഥലത്ത് അധികം പേർക്കും ഈ കാര്യം അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഒത്തിരി എതിർപ്പുകൾ നേരിട്ടു. എങ്കിലും ഞാൻ ഈ യേശുവിനെക്കുറിച്ച് എൻ്റെ ഉള്ളിലുള്ള ഈ രക്ഷ മറ്റുള്ളവരുമായിട്ട് പങ്കിടുമായിരുന്നു. ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം അന്ന് ആത്മീയയാത്ര നടത്തിയ ഒരു ക്യാമ്പ് തിരുവല്ലയിൽ വന്ന് ഞാൻ അറ്റൻഡ് ചെയ്തു. ആ ക്യാമ്പിൽ വെച്ച്
പൗലോസ് പാസ്റ്ററുടെ സാക്ഷ്യം കേട്ട്, തൻ്റെ ജീവിതാനുഭവങ്ങൾ കേട്ടാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാനിടയായത്. അങ്ങനെ അന്ന് ഒരു തീരുമാനമെടുത്തു. പക്ഷേ പിന്നീടും ചില വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അതിനുള്ള അവസരങ്ങൾ കർത്താവ് ഒരുക്കി തന്നു. സിംഗപ്പൂർ യാത്രയും അവിടുത്തെ ജോലിയും പിന്നീടുള്ള സുവിശേഷീകരണ പ്രവർത്തനങ്ങളും ഒന്ന് വിവരിക്കാം. ഇന്ത്യയിൽ പല സ്ഥലത്തായിരിക്കുവാൻ കർത്താവ് ഇടയാക്കി രക്ഷിക്കപ്പെട്ടതിന് ശേഷം, എന്നാൽ പെട്ടെന്ന് ഇപ്പോഴത് ആലോചിക്കുമ്പോൾ മനസ്സിലാവും കർത്താവിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു. പെട്ടെന്ന് സിംഗപ്പൂരിലേക്ക് പോകാൻ ചില വഴികൾ കർത്താവ് തുറന്നു. അവിടെ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ ചില സഭകളിലൊക്കെ അവിടെ പോകുമായിരുന്നുവെങ്കിലും ശരിയായ ഒരു ആത്മീയ സന്തോഷം ലഭിക്കാത്തത് മൂലം കർത്താവിനെ അനേകരെ സത്യത്തിലേക്ക് നടത്തണമെന്നുള്ള വലിയ ആഗ്രഹമുള്ളിൽ കിടക്കുന്നതുകൊണ്ടും, എന്നോടൊപ്പം പിന്നീട് എൻ്റെ ബ്രദർ അവിടെ സിംഗപ്പൂർ വരാനിടയായി. ഞാനും എൻ്റെ ബ്രദർ പാസ്റ്റർ റോയും വൈഫും ഞങ്ങൾ 3 പേരും വീട്ടിലൊരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഈ സിറ്റി റിവൈവൽ ചർച്ച് എന്നുള്ള സഭാ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിക്കുന്നത്. ആദ്യ നാളുകളിൽ മറ്റാരും തന്നെ വരത്തില്ലായിരുന്നു, ഞങ്ങൾ 3 പേരുമേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് പതിയെ പുതിയ ഒത്തിരി ആൾക്കാർ അവിടെ കടന്നു വരികയും അവരുടെ ജീവിതത്തിൽ അത് വലിയ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീർന്നു. ഇന്ന് സിംഗപ്പൂരിൽ ആ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആയിരിക്കുന്നു. അങ്ങനെയാണ് ഈ സഭാ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനിടയായത്. ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ഓസ്ട്രേലിയയിൽ ഇപ്പോഴത്തെ സഭാ പ്രവർത്തനങ്ങളും ഒന്ന് വിവരിക്കാം. അവിടുന്ന് 4.5 വർഷങ്ങൾക്ക് ശേഷം ഏകദേശം എനിക്ക് 2007 സിംഗപ്പൂരിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഒരു അവസരം കർത്താവ് തന്നു. വീണ്ടും ഇതേ അനുഭവം ഉണ്ടായി. ഓസ്ട്രേലിയയിൽ ചെന്നിട്ടും ഏതെങ്കിലും ഒരു സഭയിൽ പോകണമെന്ന ചിന്തയിലാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ചെന്നിട്ടും പലപ്പോഴും പല സഭകളിൽ പോയിട്ടും അവിടുത്തെ ആത്മീക അനുഭവങ്ങൾ കണ്ടിട്ട് കർത്താവ് ഉള്ളിൽ വലിയ ആഗ്രഹം തന്നു. വീണ്ടും ഒരു രക്ഷയുടെ സന്തോഷമുള്ള കർത്താവിലുള്ള സ്വാതന്ത്ര്യം മനസ്സിലാക്കിയ ഒരു കൂട്ടായ്മ തുടങ്ങുവാൻ ഒരു വലിയ പ്രേരണ ഉള്ളിൽ കർത്താവ് തന്നതുകൊണ്ട് അവിടെയും അങ്ങനെ ഒരു ചർച്ച് പ്ലാൻ ചെയ്യുവാൻ, അതിന് നേതൃത്വം നൽകുവാൻ കർത്താവ് ഇടയാക്കി. അതിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവിടെ നടക്കുന്നു. ഒത്തിരി പുതിയ ആൾക്കാർ, അതിൽ ഏകദേശം 90%-ലധികവും പുതിയ ആൾക്കാരാണ്. പുതിയ ആൾക്കാർ കടന്നു വന്ന് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും കർത്താവിലുള്ള സ്വാതന്ത്ര്യത്തിൽ സന്തോഷത്തിലായിരിക്കാൻ ഇടയാകും. മുമ്പ് ദൈവത്തിൻ്റെ ദാസൻ സൂചിപ്പിച്ചല്ലോ, സിംഗപ്പൂരിൽ ചെന്നപ്പോഴാണെങ്കിലും ഓസ്ട്രേലിയയിൽ ചെന്നപ്പോഴാണെങ്കിലും ഒരു പല സഭകളിലും പോയിട്ടൊരു സന്തോഷം, വേണ്ടത്ര ഒരു സന്തോഷം ലഭിക്കുന്നില്ല എന്ന് കേൾക്കുവാനിടയായി തോന്നുന്നു. ഇത് ഒരുപാട് ആളുകൾ കേരളത്തിന് വെളിയിലും പല ആളുകളുടെയും വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതായ പ്രത്യേകതയാണ്. കാരണം ബൈബിൾ നൽകുന്ന സ്വാതന്ത്ര്യം വലുതാണ്. സ്ത്രീകൾക്ക് ബൈബിൾ നൽകുന്ന സ്വാതന്ത്ര്യം വലുതാണ്. യുവാക്കന്മാർക്ക്, വൃദ്ധന്മാർക്കൊക്കെ ബൈബിൾ നൽകുന്ന സ്വാതന്ത്ര്യം വലുതാണ്. കാരണം പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ ഉടനീളം സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ആവർത്തിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം ആരാധനകളിൽ ലഭിച്ചെങ്കിൽ മാത്രമേ, ആരാധനയിൽ വിടുതൽ, പ്രാർത്ഥനയിൽ വിടുതൽ ലഭിച്ചെങ്കിൽ മാത്രമേ ആളുകൾ ഇന്ന് സഭയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് അടുക്കാൻ സാധ്യതയുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സഭകൾ ഇങ്ങനെ മുരടിച്ചു പോകുന്നത്? അതിന് എന്ത് വ്യത്യാസം വരുത്തിയാൽ ആളുകൾ കൂട്ടത്തോടെ സഭയിലേക്ക് വരാനിടയത്തിനും അതേക്കുറിച്ച് ദൈവദാസൻ്റെ കാഴ്ചപ്പാടൊന്ന് വിവരിക്കാമോ? മറ്റ് സഭകളെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരെ വിമർശിക്കുകയോ ചെയ്യുക എന്നതല്ല ഇതിൻ്റെ ഉദ്ദേശമെങ്കിലും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. പലപ്പോഴും പല സഭകളിലും പാസ്റ്റേഴ്സ് അവർ വളരെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലാണ്. കാര്യം ആരെങ്കിലും അവരുടെ ആൾക്കാരെ തട്ടിയെടുക്കുമോ, അവരുടെ നേതൃത്വ സ്ഥാനം ആരെങ്കിലും അപഹരിക്കുമോ എന്നുള്ള ഭയത്തിൽ അവരായിരിക്കുന്നത് കൊണ്ട് സഭ ആരാധനകൾ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും പാസ്റ്റർ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്ക് അതിനകത്ത് പങ്കാളിത്തമില്ല, ഇൻവോൾവ്മെൻ്റ് ഇല്ല. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. പ്രധാനമായും അത് പരിശുദ്ധാത്മ പ്രവർത്തനത്തെ ഭയങ്കരമായി തടസ്സപ്പെടുത്തും. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവുള്ളിടത്ത് എല്ലാം ചന്തമായും ഉചിതമായും ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അങ്ങനെയുള്ള ഒത്തിരി മാനുഷികമായ സമ്പ്രദായങ്ങളെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെയും ശക്തിയെയും അറിയാതെ മനുഷ്യ സമ്പ്രദായങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു എന്ന് പരീശന്മാരോട് കർത്താവ് പറയാനിടയായി. അങ്ങനെ
ദൈവവചനത്തെ നമ്മൾ ശരിയായി മനസ്സിലാക്കുമ്പോൾ, അതിനകത്തുള്ള പുതിയ നിയമത്തിനകത്തുള്ള സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ മൂവ് ചെയ്യാൻ ഇടയാകും. അത് ആൾക്കാരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയാകും. എനിക്ക് വളരെ അതിശയം തോന്നിയ, അത്ഭുതം തോന്നിയ ഒരു അന്തരീക്ഷം കേരളത്തിൽ, പ്രത്യേകിച്ച് കോട്ടയത്തും കൊല്ലത്തും ട്രിവാൻഡ്രത്തും ഒക്കെ അങ്ങ് ആരംഭത്തിൽ വന്ന് മീറ്റിങ്ങുകൾ നടത്തി. പക്ഷെങ്കിൽ ഈ കഴിഞ്ഞ കോട്ടയം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനും ആ പ്രോഗ്രാം ലീഡ് ചെയ്യാനും ഒക്കെ എനിക്ക് അവസരം തന്നു ദൈവം. താങ്കളുടെ മീറ്റിങ്ങിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ അനുഭവം. ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന അരൂപിയാൽ അനേക ആളുകൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുന്ന കാഴ്ച കാണാനായിട്ട് സാധിച്ചു. ഇപ്രാവശ്യത്തെ കേരളത്തിലും ആന്ധ്രയിലും ഒക്കെ നടന്ന താങ്കളുടെ ആത്മീക ശുശ്രൂഷകളിൽ, കൊല്ലത്തൊക്കെ നടന്ന ആത്മീയ ശുശ്രൂഷകളിൽ ഒരുപാട് ആളുകൾക്ക് വിടുതലുണ്ടായി, ദൈവം അനേക രോഗികളെ സൗഖ്യമാക്കി എന്ന് കേൾക്കുവാനും മനസ്സിലാക്കാനും കർത്താവ് സഹായിച്ചു. താങ്കളുടെ ശുശ്രൂഷയിൽ നടന്ന അത്ഭുതകരമായ വിടുതൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് രണ്ട് മധുരിക്കുന്ന അനുഭവങ്ങൾ ഒന്ന് പങ്കിടാം. ഞാൻ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രധാനമായും സഭയായി വിശ്വസിക്കുന്ന ഒരു പ്രധാന കാര്യം, രോഗസൗഖ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരെ അയക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിൽ ചെന്നാൽ അതിലെ രോഗികളെ സൗഖ്യമാക്കുവിൻ. രോഗമെന്നുള്ളത് ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അത് 90% അത് പിശാചിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് മനുഷ്യൻ രോഗത്തിലും ബുദ്ധിമുട്ടിലുമായിത്തീരുന്നത്. ദൈവരാജ്യം ഒരിടത്ത് സ്ഥാപിതമാകുമ്പോൾ, അത് വിശാലമാകുമ്പോൾ പിശാചിൻ്റെ രാജ്യത്തിന് വലിയ നഷ്ടമുണ്ടാകും. രോഗികൾ സൗഖ്യമാകും. കർത്താവ് പറഞ്ഞു, കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഇവളും അബ്രഹാമിൻ്റെ മകളല്ലയോ, ഇവളെ ശബത്തിൽ അവളെ സൗഖ്യമാക്കുവാനിടയായി. അതുപോലെ തന്നെ ദൈവരാജ്യത്തെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ്റെ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ മറുപടി ഇങ്ങനെയാണ് കൊടുക്കുന്നത്, ഇവിടെ മുടന്തർ നടക്കുന്നു, കുരുടർ കാണുന്നു, മരിച്ചവർ എഴുന്നേൽക്കുന്നു. ഇത് യോഹന്നാനോട് പറയുവാൻ പറഞ്ഞു. ദൈവരാജ്യത്തിനകത്ത്, സുവിശേഷത്തിനകത്ത് രോഗസൗഖ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അനേകരും ചിന്തിക്കുന്നത് രോഗസൗഖ്യം എന്നത് വേറെ ഏതോ കാരണത്താൽ സംഭവിക്കുന്ന, സുവിശേഷങ്ങൾ നോക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ അത് വലിയ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാനാണ് നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്, അവൻ്റെ സ്ഥാനാപതികളായി. യേശു എന്ത് ചെയ്തു അത് ചെയ്യുവാൻ. ഇത് സാധാരണ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ് രോഗസൗഖ്യം എന്നുള്ളത്. ഈ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തപ്പോൾ അനേക പ്രിയപ്പെട്ടവർ, ഞാൻ ചിന്തിക്കുന്നു അവരൊരു പക്ഷേ ആശുപത്രിയിൽ പോയി ലക്ഷങ്ങൾ മുടക്കുവാൻ കഴിയാത്ത പാവപ്പെട്ട ആൾക്കാരായിരിക്കും. അവരെയൊക്കെ കർത്താവ് സൗഖ്യമാക്കി. കൊല്ലത്ത് നടന്ന ഒരു മീറ്റിങ്ങിൽ, കഴിഞ്ഞ മീറ്റിങ്ങിൽ ക്യാൻസർ സൗഖ്യമായെന്ന് അദ്ദേഹം സാക്ഷ്യം പറയാനിടയായി. റാന്നിയിലെ മീറ്റിങ്ങിൽ ഒരു പ്രിയ സഹോദരൻ താൻ നടക്കുവാൻ കഴിയാതെ നടക്കുമ്പോൾ മറിഞ്ഞു വീഴുന്ന അനുഭവമായിരുന്നു. എന്നാൽ പൂർണ്ണ സൗഖ്യം കർത്താവ് അദ്ദേഹത്തിന് ചെയ്തു. ആന്ധ്രയിൽ ഒത്തിരി പേരെ, ഈവൻ ഒരു കൊച്ചു കുഞ്ഞ്, 12 വയസ്സുള്ള കുഞ്ഞ്, ഒരു കണ്ണ് പൂർണ്ണമായും കാണാൻ കഴിയത്തില്ലായിരുന്നു, കണ്ണിന് കാഴ്ച ലഭിച്ചു. അതുപോലെ വേറൊരു മകൻ തൻ്റെ ചെവി തുറന്നു. ഒത്തിരി അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തു. അത് എനിക്ക് മനസ്സിലാകുന്ന കാര്യം, യേശു ഇന്നും പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് കർത്താവാണ് അവരെ സൗഖ്യമാക്കുന്നത്. ആ സ്നേഹം, ആ അത്ഭുതത്തിലൂടെ അവരെ കർത്താവ് മനസ്സിലാക്കി കൊടുക്കും. കാരണം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവിടുന്ന് തന്റെ വചനത്തെ ഉറപ്പിക്കുന്നു. ദൈവം ഇന്നും മഹത്വം ഓരോരുത്തരിലും കൂടി, ഓരോ ശുശ്രൂഷകന്മാരിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് താങ്കൾ എല്ലാ ദിവസവും ടെലിവിഷനിൽ പ്രസംഗിക്കുന്നത്? താങ്കൾക്ക് ജോലിയുണ്ട്, സഭാപ്രവർത്തനമുണ്ട്, അതിൻ്റെ പുറത്ത് മാസികകളിൽ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ എങ്ങനെയാണ് താങ്കൾക്ക് ദിവസവും, പ്രത്യേകിച്ച് ആഴ്ചയിൽ എല്ലാ ദിവസവും വിവിധ ടെലിവിഷൻ ചാനലുകളിൽ ദൈവത്തിൻ്റെ വചനം പങ്കിടാൻ അവസരം ഒരുക്കുന്നതിനൊക്കെ എങ്ങനെയാണ് സമയങ്ങൾ കണ്ടെത്തുന്നത് ഒന്ന് വിവരിക്കാവോ? അത് ശരിക്കും കൃപയാലാണ്, ദൈവകൃപയാലാണ്. പൗലോസ് എഴുതിയിരിക്കുന്നു, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി. മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ അസാധ്യമായ വിഷയമാണെങ്കിലും കർത്താവ് തൻ്റെ നമ്മുടെ ആവശ്യ സമയങ്ങളിൽ കൃപാസനത്തിൽ നിന്ന് പ്രത്യേകമായ ഗ്രേസ് അതിനകത്ത് കർത്താവ് പകരുന്നു. റിയലി വളരെ തിരക്കുള്ള, കർത്താവിനദാസൻ പറഞ്ഞ പോലെ തിരക്കുള്ള അനുഭവമാണെങ്കിലും അതിനിടയിൽ ഈ പ്രോഗ്രാമുകൾ ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്നു.
അത് ദൈവകൃപയാണ്, അല്ലാതെ മറ്റൊന്നും പറയാനില്ല. എങ്ങനെയുണ്ട് ആളുകളുടെ പ്രതികരണം? എങ്ങനെയുണ്ട് ഈ ടെലിവിഷനിൽ നിങ്ങൾ ഓസ്ട്രേലിയയിൽ ഇരുന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇന്ത്യയിലെ ആളുകളുടെ പ്രതികരണം എങ്ങനെയുണ്ട്? അതിൽ നിങ്ങൾ സംതൃപ്തരാണോ? വളരെ നല്ല പ്രതികരണമാണ്. അനേക പ്രിയപ്പെട്ടവർ ഫോൺ ചെയ്തും നേരിട്ട് പോലും കണ്ട് പ്രാർത്ഥിക്കുവാൻ പലരും ആഗ്രഹിക്കുകയും എപ്പോഴും വളരെയധികം ആൾക്കാർ ഫോണിലൂടെ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വലിയ വിടുതലുകൾ കർത്താവ് നൽകുന്നു. താങ്കളുടെ പ്രസംഗങ്ങളിൽ, ടീച്ചിങ്ങുകളിൽ ഒക്കെ രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം നരകത്തിയിൽ നിന്ന് ഒരാളെ വലിച്ചെടുക്കാൻ രക്ഷയുടെ സുവിശേഷം, മാനസാന്തരത്തിൻ്റെ സുവിശേഷം, ക്രൂശിനെ, യേശുതമ്പുരാന്റെ ക്രൂശിനെ, കാൽവറി ക്രൂശിന് മനുഷ്യവർഗത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയ മഹാവലിയ രക്ഷയെ കേന്ദ്രീകരിച്ച് താങ്കൾ പ്രസംഗിക്കാറുണ്ട്. അതെന്താണ്? താങ്കളുടെ പഠിപ്പുകളെ കുറിച്ച് ഒന്ന് അറിയാൻ താല്പര്യം. രക്ഷ എന്ന് പലരും നമ്മൾ ചോദിക്കുമ്പോൾ അനേകരും രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയും. പക്ഷേ അവരുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടിട്ടും അവർ വീണ്ടും പറയുകയാണ്, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്ന് അനേകർ പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം രക്ഷയുടെ യഥാർത്ഥത്തിലുള്ള രക്ഷ എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുള്ളവർ വീണ്ടും രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമുണ്ട്. രക്ഷ എന്ന് പറയുന്നത് നിത്യജീവൻ, വീണ്ടും ജനനം, അങ്ങനെ അനേക പദങ്ങൾ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രക്ഷ എന്ന് പറയുന്നത് ദൈവിക ജീവൻ നമ്മുടെ ഉള്ളിൽ വരികയാണ്. ദൈവത്തെ പോലെ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുകയാണ്. ദൈവത്തിൻ്റെ മകനും മകളുമാക്കി മാറ്റുന്നതാണ് രക്ഷ എന്ന് പറയുന്നത്. വെറും സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ യേശു വന്നിട്ട്, ദൈവിക ജീവൻ അവരുടെ ഉള്ളിൽ വന്നിട്ട് അവരെ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാക്കി, അവരെ അസാധാരണ വ്യക്തികളാക്കി മാറ്റുന്നു, അവരുടെ ജീവിതത്തെ മാറ്റുന്നു. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ യേശു ജീവിച്ചതുപോലെ, യേശു നടന്നതുപോലെ നടക്കുവാൻ അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് രക്ഷയുടെ കാര്യത്തിൽ ഇത്ര പ്രാധാന്യം നൽകുന്നത്. രണ്ടാമതായി, മനസ്സാന്തരം എന്ന് പറയുന്നത് അനേകർ ചിന്തിച്ചിരിക്കുന്ന ഒരു വളരെ വിഷമിപ്പിക്കുന്ന ഒരു പദമാണെന്നാണ്. പക്ഷേ മനസ്സാന്തരം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, നമ്മുടെ ചിന്താഗതികൾക്ക്, നമ്മുടെ വിശ്വാസത്തിന് ഉണ്ടാകുന്ന വ്യത്യാസം. മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ യേശുവിൻ്റെ മനസ്സ് നമുക്കുണ്ടാകും. യേശു ചിന്തിക്കുന്നത് പോലെ, കാര്യങ്ങളെ യേശു കാണുന്നത് പോലെ നമുക്ക് കാണുവാനായിട്ടിടയാകും. നമ്മുടെ ഇപ്പോഴായിരിക്കുന്ന എല്ലാ തെറ്റായ കാര്യങ്ങളിൽ നിന്നും മാറി ഒരു ദൈവിക ജീവിതം നയിക്കുവാൻ അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. താങ്കളുടെ കുടുംബം ഈ കഠിനമായ താങ്കളുടെ ശുശ്രൂഷയിലും ജോലിയിലും ആത്മീയ പ്രവർത്തനങ്ങളിലും എന്തുമാത്രം സഹകരിക്കുന്നു? കുടുംബത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് ലിസി, കുഞ്ഞുങ്ങൾ 3 പേര്. മൂത്താൾ ആൻ, രണ്ടാമത് ഏഞ്ചലിനെ, അവസാനത്തെ ആൾ 3 വയസ്സ് ആൻഡ്രിയ. അവർ വളരെയധികം ഈ കാര്യങ്ങളിൽ എന്നെ വളരെയധികം സഹായിക്കുന്നു. പ്രത്യേകിച്ച് പലപ്പോഴും എന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത കാര്യം, എൻ്റെ മക്കൾ എന്നോട് വന്ന് പറയാറുണ്ട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പാസ്റ്ററായി തീരുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കുഞ്ഞ് എന്നോട് പറയാനിടയായി, ആന്ധ്രയിൽ ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ വളരെ പാവപ്പെട്ട ആൾക്കാരെയൊക്കെ കാണുവാനിടയായ സമയത്ത് അവൾ എന്നോട് പറയാനിടയായി, പപ്പ, എനിക്ക് ആഫ്രിക്കയിൽ ഒരു ചർച്ച് എനിക്ക് തുടങ്ങണം, എന്നിട്ട് അവിടുത്തെ ആൾക്കാരെ എനിക്ക് അതുമൂലം ബ്ലസ് ചെയ്യണം എന്ന് അവൾ പറയാനിടയായി. ഈ ചെറിയ ഒത്തിരി പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും ഈ ചെറിയ ചെറിയ വാക്കുകൾ അത് ഭയങ്കര ഉത്തേജനവും പ്രചോദനവും നൽകുവാനിടയാകും. എൻ്റെ വൈഫ് കുഞ്ഞുങ്ങളെ നോക്കുന്നതോടൊപ്പം അവൾ ജോലി ചെയ്യുന്നു, വളരെ കഠിനമായി അധ്വാനിക്കുന്നു. എങ്കിലും ശുശ്രൂഷയിൽ വളരെ കൈത്താങ്ങുന്നു, വളരെ എൻകറേജ് ചെയ്യുന്നു. ഈവൻ ആന്ധ്രയിലും കേരളത്തിലൊക്കെ വന്ന് മിനിസ്റ്റർ ചെയ്യുമ്പോൾ എനിക്ക് പല സമയത്തും കാണാനിടയായി. കർത്താവ് അവളെയും വളരെ ശക്തമായി ഉപയോഗിക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനേകരെ സൗഖ്യമാക്കുവാനും വൈഫിനെയും കർത്താവ് ഉപയോഗിക്കുന്നത് കാണുവാനായിട്ടിടയായി. പല ടെലിവിഷൻ പ്രസംഗകരുടെയും പ്രസംഗങ്ങൾ ശ്രദ്ധാപൂർവം ശ്രമിക്കാറുള്ള വ്യക്തിയാണ് ഞാൻ. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെ പല രാജ്യങ്ങളിലുള്ള സുവിശേഷ പ്രസംഗങ്ങളുടെ പഠിപ്പിക്കലുകൾ ഞാൻ ശ്രമിക്കാറുണ്ട്. താങ്കളുടെ പ്രസംഗങ്ങൾക്ക് ഒരു വേറിട്ട രീതിയുണ്ട്. താങ്കളുടെ ടീച്ചിങ്ങിനും അത്തരത്തിലുള്ള ഒരു പ്രത്യേകതയുണ്ട്. വളരെ ശാന്തമായി, വളരെ സൗമ്യമായി, വലിയ ഇളക്കപ്പെരുപ്പങ്ങളൊന്നുമില്ലാതെ ശാന്തമായി ദൈവത്തിൻ്റെ വചനം ജനഹൃദയങ്ങളിലേക്ക് പങ്കിടുന്ന ഒരു പ്രത്യേകത താങ്കളിൽ ഞാൻ ദർശിക്കുന്നുണ്ട്. താങ്കളുടെ ടീച്ചിങ്ങും പഠിപ്പിക്കലും പ്രസംഗ രീതിയും ഏതൊക്കെ തലത്തിലാണ് ബൈബിളിലൂടെ ഒന്ന് വിവരിക്കാം? പ്രധാനമായും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം,
ഇന്ന് നമുക്ക് വേണ്ടത് രോഗസൗഖ്യമോ സാമ്പത്തിക നന്മകളോ അല്ല, പകരം ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ ലഭിക്കുക എന്നുള്ളതാണ്. ദൈവവചനത്തിനകത്ത് ഇത് മുഴുവനുണ്ട്. നമുക്ക് വേണ്ടത് മുഴുവൻ ദൈവവചനത്തിനകത്തുണ്ട്. രോഗസൗഖ്യവും വിടുതലും സാമ്പത്തിക നന്മകളും മുഴുവൻ അതിനകത്തുള്ളത് കൊണ്ട് ദൈവവചനം നമ്മുടെ ഉള്ളിലായിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് മുഴുവൻ ലഭിക്കും. ദൈവവചനമാണ് ഒരു വ്യക്തിയെ മാറ്റുന്നത്. ജീവൻ്റെ ഉത്ഭവം സദൃശവാക്യം പറയുന്നു, നമ്മുടെ ഹൃദയത്തിൽ നിന്നാകുന്നു. ഈ എൻ്റെ വചനങ്ങളെ അതിൻ്റെ നടുവിൽ വെച്ച് കഴിഞ്ഞാൽ അത് സർവ്വദേഹത്തിനും സൗഖ്യമാകുന്നു. അവൻ വചനമയച്ചാണ് സൗഖ്യമാക്കുന്നത്, നമ്മളെ കുഴിയിൽ നിന്ന് കയറ്റുന്നു. അതുകൊണ്ട് തന്നെ വചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നല്ല നിലത്ത് വീഴുന്ന വിത്താണ് നൂറുമേനി ഫലം കായ്ക്കുന്നത്. നിലത്തിനാണ് പ്രോബ്ലം, വിത്ത് ഒന്നു തന്നെയാണ്. നിലം നല്ലതാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതാണ് നമ്മളെ നൂറുമേനി ഫലത്തിലേക്ക് നയിക്കുന്നത്. പഠിപ്പിക്കലുകളിൽ പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്ന ഒരു കാര്യം ഐഡൻറ്റിറ്റി. ഇന്ന് ആൾക്കാർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അവരാരാണെന്ന് അവർക്ക് അറിയത്തില്ല. യേശു അവരുടെ ഉള്ളിൽ വരുമ്പോൾ അവർ അസാധാരണ വ്യക്തികളായി മാറുകയാണ്. യേശുവിൽ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നതോടെ പിന്നീട് പിശാചിനെയോ മനുഷ്യനെയോ അല്ലെങ്കിൽ മറ്റ് മന്ത്രവാദങ്ങളെയോ ഒന്നിനെയും പേടിക്കാത്ത വലിയ ധൈര്യമുള്ള വ്യക്തികളായി അവർ മാറുന്നു. അത് ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യേശുവിലുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ വ്യക്തിത്വം. 2, യേശു ആരാണ്, നമ്മുടെ ദൈവം ആരാണ്. യേശുവിനെക്കുറിച്ച് നമ്മുടെ ടീച്ചിങ്ങുകളിൽ സെൻട്രൽ പോയിൻ്റ് യേശുവാണ് നമ്മളെ കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി മരിച്ച് അതാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പുതിയ നിയമം ഉണ്ടാക്കിയത്. പുതിയ നിയമത്തിലാണ് ഇത് മുഴുവൻ ഇരിക്കുന്നത്. ബൈബിൾ കവർ ടു കവർ ഞാൻ വിശ്വസിക്കുന്നു, പഴയ നിയമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും പുതിയ നിയമത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ശ്രേഷ്ഠമേറിയൊരു നിയമം, പഴയതിനേക്കാൾ ബെറ്റർ കവനൻ്റ്, ഒരു പുതിയ ഉടമ്പടിയിൽ നമ്മളായിരിക്കുന്നു. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് അനേകരും വിശ്വാസത്തിലാണെങ്കിലും അവർ പഴയ ഉടമ്പടിയിൽ നിൽക്കുന്നു, പഴയ കാര്യങ്ങളിൽ, പഴയ കവനൻറ്റിൽ, പഴയ ആചാരങ്ങളിൽ നിൽക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിനകത്തുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അത് നമ്മളെ ഒരു പുതിയ ഉടമ്പടിയിൽ, ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. യേശു ആരാണ്, 2 നമ്മളാരാണ്, 3 നമ്മൾ എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്. ഇന്ന് അനേകരും രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലായി വളരെ വർഷങ്ങൾ കഴിഞ്ഞാലും അവരുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം അറിയാതെ, അവരെന്തിനു വിളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകാതെ ആയിരിക്കുന്നു. ഈ 3 കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം ടീച്ചിങ്ങുകൾ കൊടുക്കാറുണ്ട്. ബലഹീന മനുഷ്യൻ എന്നുള്ള കാര്യങ്ങളെക്കാൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളായ അവൻ നമ്മളെ മാറ്റി. ദൈവം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ദൈവിക ജീവൻ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അത് നമ്മളെ അസാധാരണ വ്യക്തികളാക്കി മാറ്റും. പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം, ദൈവ സാന്നിധ്യമുള്ളപ്പോൾ ചെങ്കടൽ വിഭാഗിക്കപ്പെടുകയും യോർദാൻ പിളരുകയും യെരിഹോ താണുപോവുകയും ചെയ്യുന്നു. അതേ ദൈവ സാന്നിധ്യമാണ് ദാവീദ് വ്യവസ്ഥ പ്രകാരമല്ലാതെ ദാവീദിൻ്റെ ആൾക്കാർ തൊടുമ്പോൾ അവർ മരിച്ചു വീഴുന്ന അതേ ദൈവ സാന്നിധ്യമാണ് ഈ പുതിയ നിയമത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. പഴയ നിയമത്തിൽ അവരൊരു ആലയത്തിലേക്ക്, ഒരു ബിൽഡിങ്ങിലേക്ക് പോയി അതിനെ ചർച്ച എന്ന് വിളിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ ഓരോരുത്തരും അവൻ്റെ ചർച്ചകളായി, ആലയങ്ങളായി മാറി വലിയ ദൈവ സാന്നിധ്യത്തെ ക്യാരി ചെയ്യുന്നവരാണ്. പഠിപ്പിക്കലുകളിൽ പ്രധാന ഊന്നൽ കൊടുക്കുന്നത് ഇതാണ്. യേശു എങ്ങനെ ജീവിച്ചുവോ, കർത്താവാണ് നമ്മുടെ മാതൃക, അതുപോലെ ജീവിക്കുവാൻ, യേശു നടന്നതുപോലെ, യേശു ആയിരുന്നതുപോലെ, യേശുവിനെ പോലെ ആയിത്തീരുവാൻ അവരൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. യേശു ക്രൂശിൽ മരിച്ചതുപോലെ ക്രൂശിൽ കയറി മരിക്കുക എന്നുള്ള ആശയത്തിലല്ല, പകരം യോഹന്നാൻ 3:13 എഴുതിയിരിക്കുന്നു, അവൻ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അവൻ സ്വർഗത്തിലായിരുന്നു. ഒരേ സമയം സ്വർഗത്തിലും ഭൂമിയിലും വലിയ ദൈവരാജ്യത്തിൻ്റെ അധികാരത്തോടും ശക്തിയോടും കൂടി യേശു ഭൂമിയിലായിരുന്നു. അതേപോലെ ഉള്ള ഒരു ജീവിതത്തെ നയിക്കുവാൻ, ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗരാജ്യത്തെ വെളിപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നു. ഇതാണ് പഠിപ്പിക്കലുകളിൽ പ്രധാനമായും ഈ കാര്യങ്ങൾ. ദൈവരാജ്യം എന്നുള്ളത് ശക്തമായി ഞങ്ങൾ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകം, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. താങ്കൾ പറഞ്ഞ സമയത്ത് പ്രതിരൂപ സ്വരൂപങ്ങളെക്കുറിച്ച് പഴയ നിയമവും പുതിയ നിയമവുമായുള്ള ബന്ധം ഞാൻ ബൈബിൾ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മ വരികയാണ്. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. ആ പഴയ നിയമത്തിലെ ആചാരങ്ങളെല്ലാം, അനുഷ്ഠാനങ്ങളെല്ലാം, പെരുന്നാള്, വാവ്, ശബത്തെല്ലാം നിഴലാണ്. പൊരുളായ ക്രിസ്തു വന്നതിന് ശേഷം പഴയ നിയമത്തിലെ പെരുന്നാളുകളെല്ലാം പൊരുളായ ക്രിസ്തു വന്ന ശേഷം പിന്നെ അത് ആചരിക്കേണ്ട കാര്യമില്ല. വാസ്തവത്തിൽ ഞാൻ ചിന്തിക്കുന്നത് സങ്കീർത്തനങ്ങൾ പോലും സഭായോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കി മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയ സുവിശേഷങ്ങൾ വായിക്കണം എന്നൊരു ചിന്തയാണ് എന്നെ പലപ്പോഴും ഭരിക്കാറുള്ളത്. ആ ഉന്നതമായ കാഴ്ചപ്പാടിന് പ്രത്യേകം ദൈവത്തിന് സ്തോത്രം പറയുന്നു. ധാരാളം പ്രേക്ഷകർ അങ്ങയുടെ അനുഭവങ്ങൾ, ജീവിത
പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് പങ്കിടാനുള്ള ഒരു സന്ദേശം പറയാം. ഈ സമയത്ത് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. സുവിശേഷങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വരണം, ദൈവവചനത്തിലേക്ക്. ലേഖനങ്ങൾ നിങ്ങൾ വായിക്കണം. ലേഖനങ്ങളിലാണ് നമ്മളിപ്പോൾ പറഞ്ഞ നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കിടക്കുന്നത്. യേശു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു, യേശുവിൽ നിങ്ങളാകുമ്പോൾ എന്ത് സംഭവിക്കും, ഈ കാര്യങ്ങൾ നിങ്ങൾ വായിക്കണം. ഇന്ന് അനേകരും ദൈവവചനം വായിക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ അവർ സങ്കീർത്തനമോ പഴയ നിയമത്തിലെ ഒരു ഭാഗമോ ആയിരിക്കും വായിച്ചിട്ട് അവർ ഉറങ്ങാൻ പോകുന്നത്. എന്നാൽ ലേഖനങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി വരണം. അതിനകത്തുള്ള ആശയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് യേശു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരത്തെ മനസ്സിലാക്കിയിട്ട് യേശു ജീവിച്ചതുപോലെ ഒരു ലൈഫ് സ്റ്റൈൽ ഇവാഞ്ചലിസത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രത്യേക യോഗങ്ങൾ ക്രമീകരിക്കേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും എവറിഡേ ക്രിസ്ത്യൻ ലൈഫ്, എല്ലാ ദിവസവും നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളിലൂടെ കർത്താവ് രോഗികളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിലൂടെ മറ്റുള്ളവരെ സ്പർശിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിലാകുന്നവൻ പുതിയ സൃഷ്ടിയെന്ന് നമ്മൾ വായിക്കുന്നു. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ കർത്താവ് നിങ്ങൾക്ക് പുതിയ ഹൃദയത്തെ തരും, പുതിയ കരങ്ങളെ തരും, പുതിയ കണ്ണുകളെ തരും. ഒരു പുതിയ മനുഷ്യൻ നിങ്ങളിൽ ഉണ്ടാവുകയാണ്. പഴയത് കഴിഞ്ഞു പോയി. എന്നിട്ട് ആ പുതിയ വ്യക്തിത്വത്തിലൂടെ മറ്റുള്ളവരെ നിങ്ങളിലൂടെ സ്പർശിക്കുവാൻ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യും. എങ്ങനെയാണ് അധികം ചെയ്യുന്നത്? യേശു ഭൂമിയിലായിരുന്നപ്പോൾ ശരീരത്തിലായിരുന്നു, അവന് പരിമിതികളുണ്ടായിരുന്നു. ഗലീലയിൽ യെരുശലേമിൽ മാത്രം സഞ്ചരിച്ചു. എന്നാൽ ഇന്ന് യേശുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഓരോരുത്തരിലുള്ളതുകൊണ്ട് ആയിരങ്ങളിലൂടെ ഒരേ സമയത്ത് അനേക ആൾക്കാരെ സ്പർശിക്കുവാൻ കർത്താവിന് കഴിയും. ഇങ്ങനെയാണ് വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് ഒത്തിരി മനുഷ്യ ദൈവങ്ങളുടെ പുറകെ നടക്കാതെ നിങ്ങൾ ആരാണ്, യേശു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റി, നിങ്ങളിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞിട്ട് അത് പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഇത് റിയൽ ക്രിസ്ത്യൻ ലൈഫാണ്. ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിൽ. അത് കർത്താവ് നിങ്ങളിലൂടെ ചെയ്തെടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു അവനോടുകൂടെ സകലതും നൽകാതിരിക്കുന്നു. യേശുവിനെ തന്നെ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകി നമ്മുടെ പാപത്തിൽ നമ്മളെ രക്ഷിച്ചു. ആ യേശു തമ്പുരാൻ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചെന്ന ദൈവം, ആ ദൈവത്തെ നാം സ്വീകരിക്കുന്നതിലൂടെ അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും, രോഗശാന്തി, ആരോഗ്യം, നിത്യജീവൻ, സൗഖ്യം, സമാധാനം, എല്ലാ അനുഗ്രഹങ്ങളും നൽകി നമ്മെ മാനിക്കാൻ ശക്തനാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെല്ലാവരുടെ മേലും വാഴട്ടെ. വീണ്ടും ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ മേൽ വാഴുമാറാകട്ടെ.